ക്രൈസ്തവ സമൂഹം സമാധികാരികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും അത് വേണ്ടത്ര ഗൗനിക്കപ്പെടുന്നില്ല, പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പലപ്പോഴും രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഒക്കെ പേരിൽ രാഷ്ട്രീയ ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും അധികാരികൾ പ്രവർത്തിക്കുക. വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹം ഭാരതത്തിൽ ഒരുപക്ഷെ ഭരണാധികാരികളുടെ മുമ്പിൽ ഒരു വോട്ട് ബാങ്ക് അല്ലായിരിക്കാം. പക്ഷേ ഏറ്റവും ചെറിയ ന്യൂനപക്ഷത്തിനും സംരക്ഷണം നൽകുന്ന ഒരു ഭരണഘടന നമുക്കുണ്ട്. അങ്ങനെയുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഈ ഭരണഘടനയും ഈ ജനാധിപത്യവും സംരക്ഷിക്കും എന്ന് ഉറപ്പുള്ളവരാണ് ഭരണാധികാരികൾ ആകേണ്ടത്. അങ്ങനെയുള്ളവരാണ് ജനം തിരഞ്ഞെടുക്കുന്നത്. നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാ ലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചും ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ചും ശക്തമായ പ്രതികരണവുമായി ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം. ക്രൈസ്തവ വിരുദ്ധ ചലച്ചിത്രങ്ങളുടെ പിന്നിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ സമാഹരിച്ച തുക വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് ഗൗരവതരമായ അന്വേഷണം വേണമെന്നും ആർച്ച് ബിഷപ്പ് ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. പെൺകുട്ടികൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങളിലെ പെൺകുട്ടികൾ പലപ്പോഴും പല കാരണങ്ങളാൽ വഞ്ചിക്കപ്പെട്ട് അവരെ ചൂഷണം ചെയ്ത് വിവാഹം ജീവിതത്തിലേക്ക് എന്ന രീതിയിൽ അവരെ മറ്റുള്ളവരെ കൊണ്ടുപോവുകയും എന്നാൽ പിന്നീട് അവർ വളരെയധികം അപകടത്തിലാവുകയും ചെയ്ത ചില സംഭവങ്ങളെല്ലാം മീഡിയയിലൂടെ നമ്മൾ കേൾക്കുവാനിടയായിട്ടുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതുപോലെയുള്ള അപകടങ്ങളിൽ പെടുന്നവരെ, വഞ്ചിക്കപ്പെടുന്നവരെ തികച്ചും നിസ്സഹായമായ അവസ്ഥയിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ലാതെ വരുന്ന ഒരവസ്ഥാവിശേഷം, പ്രിയപ്പെട്ടവർക്ക് പോലും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം. ഇപ്രകാരം മക്കളെ രക്ഷപ്പെടുന്ന മാതാപിതാക്കൾ അവരുടെ നിസ്സഹായാവസ്ഥയിൽ വിലപിക്കുമ്പോഴും അവർക്ക് പിന്തുണ നൽകുവാൻ, അവരെ സംരക്ഷിക്കുവാൻ ഇന്ന് സംവിധാനങ്ങൾ ശക്തമല്ല. അതുകൊണ്ട് ഇതിന് ഒരു മാറ്റം ഒന്നേ തീരൂ. ഒരു രാജ്യത്തെ എല്ലാവർക്കും, ഏത് സമുദായത്തിൽപ്പെട്ടവർ വായിക്കൊള്ളട്ടെ, എല്ലാവർക്കും സംരക്ഷണം കിട്ടണം. സമാധാനപരമായ ജീവിതം നയിക്കുവാൻ അവർക്ക് സാധിക്കണം. അതിനെതിരെ ഭീഷണി ഉയരുമ്പോൾ, പ്രത്യേകിച്ച് തീവ്രവാദമൊക്കെ ഇന്ന് വളരെയേറെ ശക്തി പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതാത് രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ അവർക്ക് ശക്തമായ ഒരു പിന്തുണയും സംരക്ഷണവും ആയിരിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ നൂറുകണക്കിന് പെൺകുട്ടികൾ, ഒരുപക്ഷെ ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഇതുപോലെ വഞ്ചിതരാകുന്നുണ്ട്, പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, അവർ ദുരുപയോഗിക്കപ്പെടുന്നുണ്ട്. അവർ ഇങ്ങോട്ടൊക്കെ നയിക്കപ്പെടുന്നു. എപ്രകാരമുള്ള ഒരു അടിമത്തത്തിലേക്കാണ് അവർ പോകുന്നത് എന്ന് നമുക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് ഇത് തികച്ചും ഒരു സാമൂഹിക വിരുദ്ധ, ജനവിരുദ്ധ പ്രവർത്തനങ്ങളാണ്. ഇതിനെതിരെ തീർച്ചയായിട്ടും അധികാരികൾ ഉണരുകയും ഇപ്രകാരമുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ, ആവർത്തിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. ക്രൈസ്തവ സമൂഹം സമാധികാരികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്.
എങ്കിലും അത് വേണ്ടത്ര ഗൗനിക്കപ്പെടുന്നില്ല, പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പലപ്പോഴും രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഒക്കെ പേരിൽ രാഷ്ട്രീയ ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും അധികാരികൾ പ്രവർത്തിക്കുക. വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹം ഭാരതത്തിൽ ഒരുപക്ഷെ ഭരണാധികാരികളുടെ മുമ്പിൽ ഒരു വോട്ട് ബാങ്ക് അല്ലായിരിക്കാം. പക്ഷേ ഏറ്റവും ചെറിയ ന്യൂനപക്ഷത്തിനും സംരക്ഷണം നൽകുന്ന ഒരു ഭരണഘടന നമുക്കുണ്ട്. അങ്ങനെയുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഈ ഭരണഘടനയും ഈ ജനാധിപത്യവും സംരക്ഷിക്കും എന്ന് ഉറപ്പുള്ളവരാണ് ഭരണാധികാരികൾ ആകേണ്ടത്. അങ്ങനെയുള്ളവരാണ് ജനം തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ പലപ്പോഴും ആ പ്രതീക്ഷ സഫലമാകാറില്ല. പലപ്പോഴും രാഷ്ട്രീയ ലാഭങ്ങൾ ഇതുപോലെയുള്ള മനുഷ്യാവകാശങ്ങളെ ഹനിക്കുന്നതായി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഇതുപോലെയുള്ള മനുഷ്യാവകാശങ്ങൾ അവഗണിക്കപ്പെടുന്നു. അതുകൊണ്ട് ഭരണാധികാരികൾ ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. സ്വന്തം സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുമ്പോൾ അത് വർഗീയതയായിട്ട് മതവിദ്വേഷമായിട്ട് കരുതേണ്ടതില്ല. ഇനി പോയ വാരത്തിൽ ആഗോള സഭയിൽ നടന്ന പ്രധാന വാർത്തകളിലേക്ക് ഒരു എത്തിനോട്ടം. കോവിഡ് ദിനങ്ങളിൽ CMC സന്യാസിനി സമൂഹത്തിലെ സന്യാസാർത്ഥിനികൾ അവതരിപ്പിച്ച സ്കിറ്റ് ശ്രദ്ധേയമാകുന്നു. ചങ്ങനാശ്ശേരി CMC ഹോളി ക്വീൻസ് പ്രൊവിൻസിലെ സന്യാസാർത്ഥിനികളാണ് സ്കിറ്റിലെ കഥാപാത്രങ്ങളായി വേഷമിട്ട 5 പേരും. കർമ്മലീത്ത സന്യാസിനി സമൂഹത്തിന്റെ കോൺഗ്രിഗേഷൻ ദിനാചരണത്തിന്റെ ഭാഗമായാണ് സന്യാസാർത്ഥിനികൾ സ്കിറ്റ് അവതരിപ്പിച്ചത്. ഡോക്ടർ, എന്റെ മകളെ രക്ഷിക്കണം. ഡോക്ടർ റോസ്മേരിക്ക് മാത്രമേ എന്റെ മകളെ രക്ഷിക്കാൻ സാധിക്കൂ. അവളെ അവസാനമായി ചികിത്സിച്ച വെല്ലൂരിലെ ഡോക്ടർമാർ പോലും പറഞ്ഞത് ഈ ഓപ്പറേഷന് കേരളത്തിലെ ഏറ്റവും വിദഗ്ധയായ വ്യക്തി ഡോക്ടർ റോസ്മേരി ആണെന്നാണ്. വെണ്ണിലാവ് ഉദിച്ചപ്പോൾ എന്ന പേരിട്ട സ്കിറ്റിൽ ഡോക്ടറായി വരുന്നത് മരിയയും സന്യാസിനിയായി വരുന്നത് കാതറിനുമാണ്. അനു ആന്റണി, സിസിലിയ സഞ്ജയ്, ഹർഷ ആന്റണി എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നീ ഒരു സന്യാസിനിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നാൽ ഞാൻ കേവലം ഒരു മനുഷ്യ സ്ത്രീയാണ്. മനുഷ്യ സ്ത്രീകൾ തന്നെയാണ് ചേച്ചി സന്യാസിനികൾ. വിചാരങ്ങളിലും വികാരങ്ങളിലും പുലർത്തുന്ന ഔന്നത്യമാണ് മനുഷ്യ സ്ത്രീയെ സന്യാസിനിയാക്കുന്നത്. കേവലം ഒരു മനുഷ്യ സ്ത്രീക്കും ചിലപ്പോൾ ശിരോവസ്ത്രമില്ലാതെ തന്നെ സന്യാസിനിയേക്കാൾ വലിയ സന്യാസിനിയാകുവാൻ കഴിയും. ചേച്ചിക്ക് മുൻപിൽ ദൈവം ഇപ്പോൾ ആ വാതിൽ തുറന്നു വച്ചിരിക്കുകയാണ്. നിന്റെ മനസ്സിളകരുത് റോസ്മേരി. മനസ്സിനെ കല്ലാക്കൂ, കല്ലാക്കൂ റോസ്മേരി. ഹോ, ഈ കന്യാസ്ത്രീയുടെ മുഖത്ത് എത്ര അപാരമായ ചൈതന്യം! ചാവറയച്ചന്റെ പ്രാർത്ഥനയുടെ സാക്ഷാൽ ചൈതന്യം. സന്യാസ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയും കുലീനതയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പകയുടെ കനലിൽ നിന്നും സ്നേഹത്തിന്റെ വെൺവെളിച്ചത്തിലേക്ക് എന്ന സന്ദേശം നൽകുന്ന സ്കിറ്റ് അവതരിപ്പിച്ചതെന്ന് സന്യാസാർത്ഥിനിയായ മരിയ തോമസ് പറഞ്ഞു. സന്യാസ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയും കുലീനതയും ഒരു സന്യാസിനിയുടെ പ്രാർത്ഥന ചുറ്റുമുള്ളവരുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന നന്മയുടെ പരിവർത്തനം ഈ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുക കൂടിയായിരുന്നു. സ്കിറ്റിൽ നരേഷൻ കൊടുത്തിരിക്കുന്നത് ചങ്ങനാശ്ശേരി ഹോളി ക്വീൻസ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സിസ്റ്റർ പ്രസന്നയാണ്. CMC സന്യാസിനി സമൂഹത്തിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ CMC വിഷനിലൂടെയാണ് വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത്. സിസ്റ്റർ ആഗ്നസ്, എന്റെ മോളുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഡോക്ടർ റോസ്മേരി തന്നെ എന്റെ മകളെ ഓപ്പറേറ്റ് ചെയ്തു. സിസ്റ്ററിനോട് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല സിസ്റ്റർ. ഞാൻ തോറ്റു.
കന്യാശ്രീയുടെ നന്മയും പ്രാർത്ഥനാ തീഷ്ണതയും എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഓരോരുത്തന്റെ അറ്റകുറ്റങ്ങളും കുറച്ചിലുകളും ക്ഷമിപ്പാനും തമ്മിൽ തമ്മിൽ സ്നേഹമായിരിക്കാനും ചാവറലിലൂടെ പഠിപ്പിച്ച വിശുദ്ധ ചാവറപിതാവിന്റെ തീക്ഷ്ണതയോടെയുള്ള പ്രേക്ഷിത സാക്ഷ്യം. എനിക്കും എൻ്റെ സമൂഹത്തിനും വേണ്ടി ദൈവം കരുതി വെച്ച വിലപ്പെട്ട പ്രേക്ഷിത സാക്ഷ്യമായിരുന്നു ഇത്. ആ വലിയ കൃപയ്ക്ക് ഞാനാണ് ദൈവത്തിന് നന്ദി പറയേണ്ടത്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ സെയിന്റ് മാർത്താസ് സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ ജോസ്ലിന് അനുമോദനങ്ങളുമായി സന്യാസിനി സമൂഹം. ചേർപ്പുങ്കൽ മാർസ്ലീവ കോളേജ് ഓഫ് നഴ്സിംഗിൽ അസോസിയേറ്റ് പ്രൊഫസറായി ജോലി ചെയ്തു വരികയാണ് സിസ്റ്റർ ജോസ്ലിൻ. 2008 സിസ്റ്റർ ജോസ്ലിൻ MSc നഴ്സിംഗ് പൂർത്തിയാക്കിയതിനു ശേഷം ഇനി ഒരു തുടർ പഠനം വേണ്ട എന്ന തീരുമാനമെടുത്തുവെന്നും, എന്നാൽ 2009 കുളത്തുവയലിൽ ധ്യാനത്തിനിടയിൽ ബ്രദർ ജോസ് കാപ്പനിലൂടെ തുടർ പഠനത്തിന് കർത്താവ് സിസ്റ്ററിനെ തിരഞ്ഞെടുക്കുന്നു എന്ന മെസ്സേജ് ലഭിച്ചുവെന്നും സിസ്റ്റർ ജോസ്ലിൻ പറയുന്നു. 2013 നടന്ന ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ എൻട്രൻസ് എക്സാമിൽ 25ാം റാങ്കോടെ സിസ്റ്റർ പാസായി. PhD പഠന കാലയളവിൽ ബൈബിളിലെ ജ്ഞാനത്തിന്റെ പുസ്തകം 9ാം അധ്യായം ദിവസവും വായിക്കുമായിരുന്നുവെന്നും, പരിശുദ്ധാത്മാവിനോടും പരിശുദ്ധ അമ്മയോടും പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നുവെന്നും, ദൈവകൃപയാൽ തന്റെ PhD പഠനം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചുവെന്നും സിസ്റ്റർ ജോസ്ലിൻ പറയുന്നു. ഈ PhD പഠനം തുടങ്ങിയ കാലം മുതൽ പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ഔസേപ്പിതാവിനോടും കാവൽ മാലാഖയോടും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയൊക്കെ പ്രത്യേകം മധ്യസ്ഥം അപേക്ഷിച്ച് ഈ PhD പഠനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9ാം അധ്യായം എല്ലാ ദിവസവും വായിക്കുകയും ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുകയും ചെയ്തിരുന്നു. തന്റെ പഠന കാലയളവിൽ പ്രാർത്ഥനയിലും ബൈബിൾ വായനയിലും സിസ്റ്റർ ജോസ്ലിൻ സമയം ചെലവഴിക്കുമായിരുന്നു. സിസ്റ്ററുടെ പഠനത്തിനും പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനയും പിന്തുണയും നൽകി സഭാധികാരികളും ഒപ്പമുണ്ട്. ഇടുക്കി സെയിന്റ് ആന്റണീസ് കാമാക്ഷി ഇടവകാംഗമായ കുഴിക്കൊമ്പിൽ മാണി അന്നമ്മ ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ ജോസ്ലിൻ. 22 വർഷം മുൻപ് സഭ സ്ഥാപിക്കുകയും അതിന്റെ പാസ്റ്ററായി ശുശ്രൂഷ ചെയ്യുകയും ചെയ്തിരുന്ന പാസ്റ്റർ ടൈറ്റസ് കാപ്പനും കുടുംബവും മാതൃസഭയിലേക്ക് മടങ്ങുന്നു. കണ്ണൂർ രൂപതയിലേക്കായിരിക്കും അദ്ദേഹം മടങ്ങിവരിക. 2020 ഡിസംബറിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റു ശുശ്രൂഷകരും കത്തോലിക്ക സഭയിലേക്ക് മടങ്ങിവരുമെന്ന് പാസ്റ്റർ ടൈറ്റസ് കാപ്പൻ ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയിലേക്ക് ഞാൻ മടങ്ങി വരാൻ, ഞാനും എൻ്റെ കുടുംബവും ശുശ്രൂഷകരൊക്കെ മടങ്ങി വരാനുള്ള കാരണം എന്താണ്? അത് ഇന്നലെയോ മിനിഞ്ഞാന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസവും തീരുമാനിച്ചല്ല. 10 വർഷങ്ങൾക്ക് മുമ്പ്, 10-15 വർഷങ്ങൾക്ക് മുമ്പ് 2004 ഒരു ക്രൂസൈഡിൽ കാത്തലിക് അച്ഛന്, സിസ്റ്റേഴ്സ്, CSA അച്ഛന്, അതുപോലെയുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തിജീവിതങ്ങളെല്ലാവരും പങ്കെടുത്ത ഒരു വലിയ ക്രൂസൈഡുണ്ട്. അതിൽ ദൈവം ഭയങ്കരമായിട്ടുള്ള അത്ഭുതങ്ങൾ, എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾസ് ഹാപ്പൻ ദെയർ. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ആലോചിച്ചു, എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ കടന്നു പോകാൻ സാധിച്ചു. കാരണം ഞാനൊരു സെമിനാരിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൂടി ഒരു വിശകലനം ചെയ്തു, വർഷങ്ങളെടുത്തു തീരുമാനം ഫൈനലൈസ് ചെയ്യുവാൻ വേണ്ടി. കത്തോലിക്ക സഭയിൽ ദൈവമുണ്ട്, ത്രിയേക ദൈവത്തിൽ കത്തോലിക്ക സഭ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, ഞങ്ങളും വിശ്വസിക്കുന്നു. അപ്പോൾ വിശ്വാസ പ്രമാണം പരിശോധിച്ചപ്പോൾ, അത് പഠിച്ചപ്പോൾ യാതൊരു വ്യത്യാസവുമില്ല. അതായത് ഞാൻ 22 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷം, വിശ്വാസം തന്നെയാണ് കത്തോലിക്ക സഭയിലും ഉള്ളതെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ടായി. അതുകൊണ്ട് കത്തോലിക്ക സഭയിലേക്ക്, എൻ്റെ മാതൃസഭയിലേക്ക് മടങ്ങി വരുന്നതാണ് നല്ലത് എന്നുള്ള ചിന്തയും വന്നു. വികസനത്തിനായി കൈകൾ കോർത്ത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പുളിങ്കുന്ന് സെയിന്റ് മേരീസ് ഫൊറോന ദേവാലയം. പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനായി 1 ഏക്കർ 70 സെന്റ് ഭൂമിയാണ് പള്ളി അധികൃതർ വിട്ടു നൽകിയത്. പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിയുടെ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പുളിങ്കുന്ന് സെയിന്റ് മേരീസ് ഫൊറോന ദേവാലയം ഭൂമി വിട്ടു നൽകിയത്. 2020 ഫെബ്രുവരി 20 കൂടിയ പള്ളിക്കമ്മിറ്റിയാണ് സ്ഥലം ആശുപത്രിക്ക് ദാനമായി നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത്. പള്ളിക്കമ്മിറ്റിയുടെ തീരുമാനത്തിന് ചങ്ങനാശ്ശേരി അതിരൂപത അനുമതി നൽകിയതോടെയാണ് സ്ഥലത്തിന്റെ രേഖകൾ കൈമാറാൻ തീരുമാനമായത്.
പുളിങ്കുന്നം സെയിന്റ് മേരീസ് ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ വികാരി ഫാദർ മാത്യു പുത്തനങ്ങാടിയും കൈക്കാരന്മാരും ചേർന്ന് വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലൈല രാജുവിന് സ്ഥലത്തിന്റെ രേഖകൾ കൈമാറി. പൊതുനന്മയ്ക്കും ജനങ്ങളുടെ നന്മയ്ക്കായും വിട്ടുകൊടുത്ത ചരിത്രമേ സഭയ്ക്കുള്ളൂവെന്ന് ചടങ്ങിൽ ഫാദർ മാത്യു പുത്തനങ്ങാടി പറഞ്ഞു. തോമസ് പീറ്റർ പെരുമ്പള്ളി വിഷയാവതരണവും ടോമിച്ചൻ തോപ്പിൽ രേഖാവിവരണവും നൽകി. വൃക്കദാനത്തിലൂടെ അവയവദാനത്തിന്റെ മഹത്വപൂർണമായ ദൗത്യം ലോകമെങ്ങും ഫാദർ ഡേവിസ് ചിറമേൽ എത്തിച്ചിട്ട് 11 വർഷം പിന്നിട്ടു. വർഷങ്ങൾ കടന്നുപോയിട്ടും ഈ രംഗത്ത് നിസ്വാർത്ഥമായ സേവനം തുടരുകയാണ് ഫാദർ ഡേവിസ് ചിറമേൽ. വൃക്കദാനത്തിലൂടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഫാദർ ഡേവിസ് ചിറമേൽ ഇന്ന് ഒരു സൽക്കർമ്മത്തിലൂടെ പടർന്നു പന്തലിച്ച വൃക്ഷത്തിന് ചുവട്ടിൽ ഏറെ സന്തുഷ്ടനായി നിലകൊള്ളുകയാണ്. അവയവദാനമെന്നത് മനുഷ്യർക്ക് പരസ്പരം ചെയ്യാവുന്ന ഉപകാരമായിട്ട് പോലും ഉൾവലിഞ്ഞു നിന്ന സമൂഹത്തിന് തന്റെ ചുവടുവയ്പിലൂടെ വലിയ പ്രചോദനമാണ് നൽകിയത്. എന്നാൽ പോലും ഈ രംഗത്ത് ഇനിയുമേറെ നന്മകൾ മുളപൊട്ടാനുണ്ടെന്നാണ് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേലിന്റെ ഭാഷ്യം. അവയവദാനമെന്നത് ക്രിസ്തുവിന്റെ സുവിശേഷമാണെന്നും അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവയവദാനം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. അതായത് ദിസ് ഈസ് മൈ ബോഡി ആൻഡ് ദിസ് ഈസ് മൈ ബ്ലഡ്. യേശു ക്രിസ്തു പ്രസംഗിക്കുകയല്ല, ജീവിച്ച് നമ്മെ കാണിച്ചു തരികയായിരുന്നു. ഈ കാലഘട്ടം സ്നേഹത്തിൻ്റെ പ്രവൃത്തികളെ കൊണ്ടാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടത്. അപ്പോൾ ഇന്ന് മനുഷ്യൻ അവയവങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ പരക്കം പായുന്നത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കിട്ടുമോ എന്നുള്ളതാണ്. ക്രിസ്തു പറഞ്ഞത് ഞാൻ നിനക്ക് തരുന്നത് എൻ്റെ ശരീരമാണെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ് അവയവദാനം. ആ പ്രവൃത്തിയിലൂടെ ക്രിസ്തുവിനോട് നമുക്ക് ഐക്യപ്പെടാനായിട്ട് കഴിയും. പ്രസംഗം പറയാൻ വളരെ എളുപ്പമാണ്. ധാരാളം പ്രസംഗം പറയുന്ന ആളാണ് ഞാൻ. പക്ഷേ ആ പ്രസംഗം പറയുന്നത് നമ്മുടെ ജീവിതമായിട്ട് അങ്ങോട്ട് ചേർക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. മരിക്കണേന് മുമ്പ് പറഞ്ഞതെല്ലാം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങളങ്ങനെ ആയാൽ ഭയങ്കര സുഖമുണ്ട്, സന്തോഷമുണ്ട്. എല്ലാവർക്കും ജീവിതത്തിൽ അവയവം എന്ന് പറയുന്നത് മാത്രമല്ല, എന്തും വേണമെങ്കിൽ നിങ്ങൾ കൊടുത്താൽ ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാം. അവയവദാനം നടത്തുന്നവർ സമൂഹത്തിനു നൽകുന്നത് സഹജീവിയോടുള്ള നിസ്വാർത്ഥമായ സ്നേഹമാണെന്നും കരുതിപ്പോരുന്ന ഫാദർ ഡേവിസ് ചിറമേൽ അവയവദാനത്തിനായി സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിരുന്ന മാനദണ്ഡങ്ങൾ ലഘൂകരിക്കണമെന്നാവശ്യപ്പെട്ടത് ഈ രംഗത്തെ ശ്രദ്ധേയമായ ഇടപെടലായിരുന്നു. കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും അന്താരാഷ്ട്ര ദിനത്തിൽ അവർക്ക് പ്രാർത്ഥനയും പ്രത്യാശയും പകർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. അതോടൊപ്പം അർമേനിയയിലെയും അസർബൈജനിലെയും സംഘർഷാവസ്ഥയിൽ സമാധാന ചർച്ചയ്ക്കായും പാപ്പ ആഹ്വാനം ചെയ്തു. ത്രികാലജപ പ്രാർത്ഥനയ്ക്കായി സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ സമ്മേളിച്ച ജനക്കൂട്ടത്തോട് സംസാരിക്കുകയായിരുന്നു പാപ്പ. യേശുവിനെയും അവിടുത്തെ കുടുംബത്തെയും പോലെ പലായനം ചെയ്യാൻ നിർബന്ധിതരായവർ എന്നതായിരുന്നു ഇക്കുറി കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ദിനത്തിന്റെ പ്രമേയമായി തിരഞ്ഞെടുത്തിരുന്നത്. കുടിയേറ്റക്കാർക്ക് നൽകേണ്ട ആതിഥ്യ മനോഭാവത്തെ അനുസ്മരിപ്പിച്ച് കഴിഞ്ഞ വർഷം വത്തിക്കാനിൽ പ്രതിഷ്ഠിച്ച ഏഞ്ചൽസ് അനവയേഴ്സ് എന്ന ശില്പത്തിന്റെ അന്തരാർത്ഥത്തിലേക്ക് പാപ്പ ജനശ്രദ്ധ ക്ഷണിച്ചു. അതേസമയം അർമേനിയയിലും അസർബൈജനിലും നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സംഘർഷത്തിൽ പാപ്പ നേതാക്കളോട് സമാധാന ചർച്ചയ്ക്ക് ആഹ്വാനം നൽകി. കോവിഡ്-19 മഹാമാരി മൂലം ടൂറിസം മേഖലയിൽ സാമ്പത്തിക തകർച്ച നേരിടുന്നവരെ പ്രതി പാപ്പ ആശങ്ക രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര ടൂറിസം ദിനം ആചരിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു പാപ്പ തന്റെ ആശങ്ക അറിയിച്ചത്. ദൈവഹിതത്തിലും സഹോദര സ്നേഹത്തിലും അടിയുറച്ച ക്രൈസ്തവ ജീവിതം നയിക്കണമെന്നും തിന്മയെ നന്മയാൽ ജയിക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. ലൈംഗിക ആരോപണ കേസിൽ നിരപരാധിത്വം തെളിയിച്ച ശേഷം കർദിനാൾ ജോർജ് പെൽ വത്തിക്കാനിലേക്ക് മടങ്ങുന്നു. വത്തിക്കാൻ സാമ്പത്തിക സെക്രട്ടേറിയറ്റ് തലവനായിരിക്കെ 2017 അവധിയെടുത്ത് ഓസ്ട്രേലിയയിലേക്ക് പോയതിനു ശേഷം ഇതാദ്യമായാണ് കർദിനാൾ പെൽ റോമിലേക്ക് മടങ്ങുന്നത്. ലൈംഗിക ആരോപണ കേസിൽ നിരപരാധിയെ തെളിയിക്കപ്പെട്ടതിനെ തുടർന്ന്
ഓസ്ട്രേലിയൻ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയ കർദിനാൾ ജോർജ് പെൽ 3 വർഷങ്ങൾക്ക് ശേഷമാണ് വത്തിക്കാനിലേക്ക് മടങ്ങുന്നത്. കുറ്റവിമുക്തനായ ശേഷം സിഡ്നി അതിരൂപതയിൽ കഴിഞ്ഞുവരികയായിരുന്നു കർദിനാൾ. 2014 വത്തിക്കാന്റെ സാമ്പത്തിക കാര്യങ്ങളുടെ നവീകരണത്തിനായി ഫ്രാൻസിസ് പാപ്പ പുതുതായി രൂപം കൊടുത്ത എക്കണോമി സെക്രട്ടേറിയറ്റിന്റെ തലവനായി കർദിനാൾ പെൽ നിയമിതനാകുന്നത്. ഓസ്ട്രേലിയയിൽ തനിക്കെതിരെ ലൈംഗികാരോപണം ഉയർന്ന സാഹചര്യത്തിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനായി 2017 അദ്ദേഹം താൽക്കാലിക അവധിയെടുത്ത് ഓസ്ട്രേലിയയിലേക്ക് മടങ്ങുകയായിരുന്നു. 1996 ഓസ്ട്രേലിയയിലെ മെൽബണിലെ സെയിന്റ് പാട്രിക് കത്തീഡ്രലിൽ വെച്ച് മെത്രാനായിരിക്കെ പള്ളിയിലെ ഗായിക സംഘത്തിൽ അംഗമായ 2 ആൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിനിരയാക്കി എന്നതായിരുന്നു അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണം. കുറ്റാരോപണത്തെ തുടർന്ന് വത്തിക്കാനിലെ സാമ്പത്തിക കാര്യാലയത്തിന്റെ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്തിരുന്നു. എന്നാൽ കുറ്റാരോപണത്തിൽ വസ്തുതയില്ലെന്ന് 7 പേരടങ്ങുന്ന ഹൈക്കോടതി ഫുൾ ബെഞ്ച് പ്രഖ്യാപിക്കുകയായിരുന്നു. 6 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കർദിനാൾ 13 മാസങ്ങളോളം ഏകാന്ത തടവിൽ കഴിഞ്ഞ ശേഷമാണ് ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിനെ തുടർന്ന് കുറ്റവിമുക്തനാക്കപ്പെട്ടത്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പാത പിന്തുടർന്ന് ലോകത്തിന് മാതൃകയാവുകയാണ് ദ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഡിസൈപ്പിൾസ് ഓഫ് ദ ലാംപ് എന്ന സന്യാസിനി സമൂഹം. സമൂഹത്തിൽ ഒട്ടേറെ ഇടങ്ങളിൽ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്ന ഡൗൺ സിൻഡ്രം ബാധിച്ച ഒരു കൂട്ടം സഹോദരിമാരും യേശുക്രിസ്തുവിന്റെ മണവാട്ടിമാരായി ഇവിടെ പ്രേക്ഷിത വേല ചെയ്യുകയാണ്. ഡൗൺ സിൻഡ്രം ബാധിച്ച സഹോദരിമാരെ സമർപ്പിത ജീവിതത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് ഉയർത്തിക്കൊണ്ട് ലോകത്തിൽ ആദ്യമായി സ്ഥാപിതമായ സന്യാസിനി സഭയാണ് ദ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഡിസൈപ്പിൾസ് ഓഫ് ദ ലാംപ്. 1985 മദർ ലൈനും ഡൗൺ സിൻഡ്രം ബാധിച്ചിരുന്ന സിസ്റ്റർ വേറോനിക്കും ചേർന്നാണ് ഫ്രാൻസിലെ ടൂറൈൻ പ്രദേശത്ത് സമൂഹത്തിന് തുടക്കം കുറിച്ചത്. ഇന്ന് ഡൗൺ സിൻഡ്രം ബാധിച്ച 8 സഹോദരിമാർ ഈ സഭയിൽ അംഗങ്ങളാണ്. അവരെയും കർത്താവിനെയും ശുശ്രൂഷിക്കാൻ സന്മനസ്സും ദൈവവിളിയും ലഭിച്ച മറ്റ് സഹോദരിമാരും ഈ സഭയിൽ അംഗങ്ങളായി സേവനമനുഷ്ഠിക്കുന്നു. കർത്താവിന്റെ ഉദ്യാനത്തിൽ എല്ലാ പുഷ്പങ്ങൾക്കും അതിൻ്റെതായ സൗന്ദര്യമുണ്ടെന്നും റോസാപ്പൂവിന്റെ ശോഭയോ ലില്ലിപ്പൂവിന്റെ വെണ്മയോ വയലറ്റിന്റെ സുഗന്ധത്തെയോ ഡേസിയുടെ ലാളിത്യത്തെയോ ഇല്ലാതാക്കുന്നില്ല എന്നുമുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വാക്കുകൾ ഉൾക്കൊണ്ട് ഓരോ സഹോദരിമാരും തങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവസ്നേഹത്തെ പ്രതി ചെയ്ത് സമൂഹത്തിന് മാതൃകയാകുകയാണ്. ക്രൈസ്തവ പീഡനങ്ങളെയും വംശഹത്യയെയും കുടിയൊഴിപ്പിക്കലുകളെയും നിശിതമായി വിമർശിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ 75ാം വാർഷികം ആഘോഷിക്കുന്ന UN ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് പാപ്പയുടെ വിമർശനം. 6 മണിക്കൂറോളം ദൈർഘ്യമുള്ള വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ലോക നേതാക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ഈ മാസം 29-നാണ് UN അസംബ്ലി സമാപിക്കുക. രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണവും മനുഷ്യരാശിയുടെ മുഴുവൻ നന്മയ്ക്കുമുള്ള ഒരു ഉപകരണവുമായി UN-ന് നിലകൊള്ളാൻ സാധിക്കും എന്ന പ്രത്യാശ പങ്കുവച്ചുകൊണ്ടായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. ധനികരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുന്നതിന് കാരണമാകുന്ന നമ്മുടെ ജീവിതക്രമത്തെയും സാമൂഹിക സാമ്പത്തിക സംവിധാനങ്ങളെയും പറ്റി വീണ്ടും വിചാരം നടത്താനുള്ള ഒരു അവസരമാണ് ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. പൊതു ആരോഗ്യമേഖലയെ ശാക്തീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ആരോഗ്യ പരിപാലനത്തിന് ഓരോ വ്യക്തിക്കുമുള്ള പ്രത്യേക അവകാശവും ഈ മഹാമാരി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആരോഗ്യപരവും മാനുഷികവും സാമൂഹികവും സമാധാനപരവുമായ മറ്റു പുരോഗതികൾക്കായി നമുക്ക് സാങ്കേതിക വിദ്യകളെ ഉപകാരപ്പെടുത്തണമെന്നും പാപ്പ അഭിപ്രായപ്പെട്ടു. നിരവധി സമൂഹങ്ങൾ തുടർച്ചയായി അടിസ്ഥാന മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിധേയരാകുന്നതിലുള്ള ആശങ്കയും പരിശുദ്ധ പിതാവ് പങ്കുവച്ചു. വിശ്വാസത്തിന്റെ പേരിലുള്ള പീഡനങ്ങളും വംശഹത്യകളും ഇന്ന് വർദ്ധിച്ചുവരുന്നു. തങ്ങൾ ക്രിസ്ത്യാനികൾ തന്നെ ഇതിന്റെ ഒരു പ്രധാന ഇരയാണ്. ഒട്ടനവധി ക്രിസ്ത്യൻ സഹോദരങ്ങൾ തങ്ങളുടെ പൂർവികരുടെ നാടും ദേശവും വിട്ട് ചരിത്രവും സംസ്കാരവും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടിവരുന്ന ദുരവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. അഭയാർത്ഥി പ്രശ്നങ്ങളും മനുഷ്യക്കടത്ത്, ലൈംഗിക അടിമത്തം,
വേതനം നിഷേധിച്ചുള്ള നിർബന്ധിത ജോലി തുടങ്ങിയ മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങളിലേക്കും മാർപ്പാപ്പ ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചു. അതേസമയം അമ്മയുടെ ഗർഭപാത്രത്തിലെ മനുഷ്യജീവന്റെ അസ്തിത്വം നിഷേധിക്കുന്നത് ഇന്നത്തെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമല്ലെന്ന് പാപ്പ പറഞ്ഞു. നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാവില്ലെന്ന് ഈ മഹാമാരി നമ്മെ പഠിപ്പിച്ചു. UN സ്ഥാപിക്കപ്പെട്ടത് രാജ്യങ്ങളെ ഒരുമിച്ച് ചേർക്കാനാണ്, ജനതകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനാണ്. നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ അവസരങ്ങളായി കണ്ട് ഒത്തൊരുമിച്ച് പടുത്തുയർത്താൻ ഈ സ്ഥാപനം കൊണ്ട് സാധിക്കട്ടെ എന്ന ആശംസയോടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്. UN ചരിത്രത്തിൽ ആദ്യമായി സംഘടിപ്പിച്ച വെർച്വൽ സമ്മേളനമായിരുന്നു ഇത്തവണത്തേത്. ഫ്രാൻസിസ് മാർപ്പാപ്പ 2ാം തവണയാണ് UN ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്നത്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ $1.5 മില്യൺ മുതൽ മുടക്കിൽ ഓഡിയോ ബൈബിൾ നിർമ്മാണത്തിനൊരുങ്ങി പോളണ്ടിലെ സിനിമാ നിർമ്മാതാവ്. മുൻപ് പുറത്തിറക്കിയ പോളിഷ് ഭാഷയിലുള്ള ഓഡിയോ ബൈബിൾ വൻ വിജയമായതിന്റെ പിന്നാലെയാണ് അടുത്ത ബിഗ് ബജറ്റ് പദ്ധതിക്കായി നിർമ്മാതാവ് ക്രിസിസ്റ്റോഫ് സിസോട്ട് തയ്യാറെടുക്കുന്നത്. ഹോളിവുഡ് അഭിനേതാക്കൾ ഉൾപ്പെടെ 100ഓളം കലാകാരന്മാരാണ് ശബ്ദം നൽകുവാൻ ഈ പ്രോജക്റ്റിൽ അണിനിരക്കുക. 3D ശ്രാവ്യാനുഭവം പ്രദാനം ചെയ്യുന്ന ബിനായൂറൽ റെക്കോർഡിംഗ് എന്ന സാങ്കേതിക വിദ്യയായിരിക്കും ഇതിൽ പ്രയോജനപ്പെടുത്തുക. ക്രിസിസ്റ്റോഫ് ചെയ്ത ഓഡിയോ ബൈബിളിന്റെ പോളിഷ് എഡിഷൻ 3 വർഷമെടുത്താണ് പുറത്തിറക്കിയത്. ഇതിന്റെ 1.5 ലക്ഷത്തോളം കോപ്പികളാണ് വിറ്റുപോയത്. Biblia Audio Superprodukcja. Wtedy klaskano w dłonie i wołano. Największe słuchowisko radiowe w Europie. Jerzy Trela, Małgorzata Korzuchowska, Wojciech Malajka, Anna Dymna, Adam Woronowicz, 500 aktorów i amatorów. യൂറോപ്പിലെ ഏറ്റവും വലിയ റേഡിയോ ഇവന്റായിട്ടാണ് പോളിഷ് ഓഡിയോ ബൈബിൾ നിർമ്മാണത്തെ പരിഗണിക്കുന്നത്. അമേരിക്കയിലുള്ളവർക്കും ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർക്കും ആത്മീയ വിചിന്തനത്തിനായി ഇംഗ്ലീഷ് ഓഡിയോ ബൈബിൾ പ്രയോജനം ചെയ്യുമെന്ന് അദ്ദേഹം പ്രത്യാശിച്ചു. സിനിമാറ്റിക് ശ്രാവ്യാനുഭവമാണ് ഇതിലൂടെ പ്രേക്ഷകർക്ക് സമ്മാനിക്കുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഇതിന്റെ നിർമ്മാതാവ് പറഞ്ഞു. അടുത്ത വർഷത്തോടെ ഇംഗ്ലീഷ് വെർഷന്റെ റെക്കോർഡിംഗ് ആരംഭിക്കുമെന്ന് സഹനിർമ്മാതാവ് മാരക് പറഞ്ഞു. നൂതന സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ 1.5 മില്യൺ മുതൽ മുടക്കിൽ ഇംഗ്ലീഷ് ഓഡിയോ ബൈബിൾ വരുന്നു. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.